ഹായ് ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഓണപ്പരിപാടി ആഘോഷിക്കാൻ വേണ്ടി സ്കൂളിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇനോഷൊക്കെ പാച്ച നേരത്തെ സ്കൂളിൽ പോയിട്ടോ ഗൈസ്. നമ്മുടെ ലച്ചു അപ്പോൾ ഗൈസ്, പിന്നെ നൗഷൊക്കെ പാച്ചൻ്റെ സ്കൂളിലോട്ടും ഞാൻ ലച്ചുവിൻ്റെ സ്കൂളിലോട്ടും കേട്ടോ. നൗഷൊക്കെ എന്നെ ലച്ചുവിൻ്റെ സ്കൂളിലാക്കി തന്നിട്ട് നൗഷൊക്കെ പോകും. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. അപ്പം നമുക്ക് നമ്മുടെ സ്കൂളിലോട്ട് പോകാം. അപ്പം ഇന്നത്തെ ഓണപ്പരിപാടീൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പം ഞാനിപ്പം വീട്ടിലെത്തി, ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടാണ് കേട്ടോ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ പാച്ചൂന്ന് സ്കൂളത്തെ ഒരുപാട് വീഡിയോസ് എടുത്തില്ല കേട്ടോ, കാരണം ഞാൻ പോയപ്പം കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നൗഷിക കുറച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് നേരം നിന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് മുങ്ങി ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാനിതാ നമ്മുടെ ലച്ചുവിൻ്റെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. പാച്ചും ഇവിടെ തന്നെ കേട്ടോ, 4ാം ക്ലാസ് വരെ പഠിച്ചത്. അപ്പം ചെറിയ സ്കൂളാണ് കേട്ടോ, പക്ഷെ അടിപൊളി, നല്ല സ്നേഹമുള്ള അധ്യാപകരാണ്. എല്ലാവരും എടുത്ത് പറയണം കേട്ടോ, അത്രയും സ്നേഹമുള്ള അധ്യാപകരാണ് കേട്ടോ. അപ്പം നമ്മൾ പോകുമ്പോഴത്തേക്കും കുറച്ച് രക്ഷിതാക്കളൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ടീച്ചേഴ്സ് രാവിലെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കത് മുഴുവനായിട്ട് കാണാം. പിന്നെ നമുക്ക് ആദ്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഗൈസ്, വണ്ടി ഇവിടെ പാർക്കാക്കി ഇനി വണ്ടിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം ഈ സ്കൂൾ ബസ്സിലാട്ടോ നമ്മുടെ ലച്ചൊക്കെ വരാറ്. അങ്ങനെ നമ്മളിതാ സ്കൂളിലോട്ട് കയറുമ്പോൾ തന്നെ നമ്മുടെ ലച്ചു ഫോണും എടുത്തിട്ട് വേഗം പോയിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് പോയതായിരുന്നേ. അപ്പം കുറച്ച് വീഡിയോസ് നമ്മുടെ ഇറ്റ്സ് മീ മൂസി ചാനലിലും ഉണ്ടാവും കേട്ടോ. അപ്പം ലച്ചു കണ്ടില്ലേ വീഡിയോ ഒക്കെ എടുക്കുന്നത്, നല്ല ഭംഗിയായിട്ട് രത്തപ്പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാട്ടോ നമ്മുടെ സ്കൂള്. അപ്പം സ്കൂൾ ഞാൻ ഈ വീഡിയോൻ്റെ ഇടയ്ക്കൊന്ന് കാണിക്കാം കേട്ടോ. അപ്പം ഇവിടെ ഇതാ ഓണാശംസകൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു പൂക്കളം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ കുട്ടികൾക്ക് പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുട്ടികൾ ഇതാ ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പാട്ടധികം ഇടാൻ പറ്റില്ല ഗൈസ്, ഞാൻ വേറൊരു ട്യൂണായിരിക്കും കൊടുക്കുന്നത് കേട്ടോ. എന്നാലും നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോസ് കാണണം. കുട്ടികളുടെ കളിയും ചിരിയും തമാശകളും രസകരമായ ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഈ സൗണ്ട് റെഡി ആയിട്ടില്ല, അപ്പം അതും കൂടി എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ പാചകം ചെയ്യുന്ന അവിടെ ഒന്ന് പോയി നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുട്ടികളെ പരിപാടികൾ കാണാം. അപ്പം ഇത് നൗഷുക്ക് എടുത്തതാണ് കേട്ടോ വീഡിയോ, നമ്മുടെ പാചകം ചെയ്യുന്ന അവിടെ പോയിട്ട്. അപ്പം ഇത് നമ്മുടെ സാർമാരാണ് കേട്ടോ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്കൂളത്തെ സാർമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സഹകരണമാണ് കേട്ടോ. എല്ലാവരും ഓരോരുത്തരെ എടുത്തെടുത്ത് പറയണം കേട്ടോ. അപ്പം അത്രയും സഹകരണവും അത്രയും സപ്പോർട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാ റിസ്ക്കും ഏറ്റെടുക്കുന്ന ഒരു അധ്യാപകരാണ് കേട്ടോ നമ്മുടെ അധ്യാപകർ. അപ്പം നമുക്കിനിയും ബാക്കിയുള്ളത് കുട്ടികളെ കുറച്ച് കളികളും തമാശകളൊക്കെ കണ്ടിട്ട് വരാം.
അപ്പോൾ ഗൈസ് ഈ റിബൺ വലിക്കൽ നമ്മുടെ ലച്ചുവിൻ്റെ ക്ലാസ് ആട്ടോ. അപ്പം എല്ലാവരെയും റിബൺ വലിച്ച് ലാസ്റ്റ് 3 ആളായിട്ടുണ്ട് കേട്ടോ. ബാക്കി 4-5 ആൾക്കാരായിട്ടാണ് ബാക്കി. ഞാൻ വരെ വാശിയേറിയ മത്സരമാണ് കേട്ടോ. നമുക്ക് നോക്കാം, ലച്ചു റിബൺ വലിക്കുന്നുമില്ല, വലിക്കാൻ നിന്ന് കൊടുക്കുന്നുമില്ല കേട്ടോ. ഫുള്ള് ഓട്ടാണ്. അപ്പം അതിന് ഞങ്ങൾ കുറേ ചിരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പം ഒരാൾ റിബൺ വെച്ച് വലിച്ചു കേട്ടോ. പിന്നെ അങ്ങനെ ബാക്കി 3 ആൾക്കാരായിട്ടുണ്ട്. പിന്നെ അതാ ബാക്കി 2 ആളുമാണ് കേട്ടോ. നമ്മുടെ പൊന്നും ലച്ചുവാണ് കേട്ടോ. അപ്പം ഇവരധികം എല്ലാവരും പറയാം ഇരട്ട കുട്ടികളെ പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ ലച്ചു തോറ്റ് പൊന്നു ജയിച്ചു കേട്ടോ. പിന്നെ ലച്ചു സെക്കൻഡും പൊന്നു ഫസ്റ്റ് കേട്ടോ. അങ്ങനെ ഇതാ അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയാണ് കേട്ടോ. അടുത്തതാ ലച്ചുക്കുള്ള സമ്മാനം കൊടുക്കുകയാണ്. ഞാൻ ഫോട്ടോ സൈഡിൽ കൊടുക്കാം കേട്ടോ ലച്ചുള്ളത്. അങ്ങനെ ഈ സമ്മാനം കൊടുക്കാനും ഒരു കുട്ടികളെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ വന്നത് നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്താണ് കേട്ടോ. അങ്ങനെ കുട്ടികളുടെ അടുത്ത് ഞാൻ ചോദിക്കുകയായിരുന്നു കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഇപ്പം നമ്മുടെ പാത്തു പറയാണ് അടിപൊളി എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫുഡ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ആദ്യം നമ്മുടെ കുഞ്ഞു മക്കളായിട്ട്, എല്ലാം കുഞ്ഞു മക്കൾ തന്നെയാണ്. LKG UKG അങ്ങനെ പഠിക്കുന്ന കുട്ടികളെയാണ് കേട്ടോ ഇരുത്തിയത്. അതിനിടയിൽ നമ്മുടെ തഞ്ചൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ബാക്കി ഈ കുട്ടികൾ ഫുഡ് കഴിക്കുന്നതും എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ പാച്ചുവിൻ്റെ ക്ലാസ്സാണ് കേട്ടോ. ക്ലാസ്സും അവൻ്റെ കൂട്ടുകാരൊക്കെയാണ്, അവൻ്റെ ടീച്ചർ ഒക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ നൗഷുക്ക് അവിടെ പോയിട്ട് അവൻ്റെയും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. പിന്നെ നൗഷുക്ക് പോയി കുറച്ച് നേരം അവിടെ നിന്ന്. അപ്പം ഒന്നും അവരെ പരിപാടികൾ തുടങ്ങിയിട്ടില്ലായിരുന്നു. നമ്മുടെ ലച്ചുവിൻ്റെ സ്കൂളിലൊക്കെ പെട്ടെന്ന് പരിപാടികൾ തുടങ്ങും കേട്ടോ. നമ്മുടെ പാച്ചുവിൻ്റെ സ്കൂളത്തെ പരിപാടികളൊന്നും അധികം എടുത്തില്ല കേട്ടോ. കാരണം നൗഷുക്ക് കുറച്ച് നേരം നിന്നു, പരിപാടികൾ തുടങ്ങാൻ നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പം പാച്ചുവിൻ്റെ ഓണക്കോടി ഇതാണ് കേട്ടോ. ഇനി ലച്ചുവിൻ്റെതും കൂടി നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഓക്കെ, ബൈ ബൈ.